സോ നമ്മൾ വെക്കേറ്റ് ആവുകയാണ്. ഹിസാന ഫ്രണ്ടിൽ ലിഫ്റ്റിൽ പിടിക്കാൻ പോയിട്ടുണ്ട്. സോ ഇപ്പം ഇവിടുന്ന് വേറെ ഇറങ്ങിയില്ലെങ്കിൽ ചെക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ട്. പഠിച്ചാൽ ഞങ്ങളെ കൊല്ലും. ചാവി അടങ്ങും. ഞാൻ ചാവി എടുക്കാം. പക്ഷെ എന്താ അറിയില്ല. ഓക്കെ ബൈ. ഇതാണ് തള്ള ഗൈസ്. നോട്ട് തള്ള. മേ ബി അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. അതുപോലെ നല്ല ഇടങ്ങാറാക്കിയിട്ടുണ്ട് നമ്മളെ. കാരണം എന്തൊക്കെ ഇടക്കിടക്ക് വന്ന് ഇങ്ങനെ ചീത്ത അറിയും ഞങ്ങളെ. എന്തിനാ അറിയില്ല. ഹോസ്റ്റൽ വാർഡിന് പോലെ പണ്ട് ചീത്ത അറിഞ്ഞില്ലേനു. ഈ സാധനം താഴോട്ട് ഇറങ്ങി. വലിയൊരു പെട്ടിണ്ട്. സൺഡേയില് വലിയൊരു ബോക്സ് ഉണ്ട്. ഗൈസ് ഇന്നലെ ഇവിടെ നിന്ന് ഞാൻ വീണ്. ഓക്കെ ബാക്കി കാണാം. സോ നമ്മൾ സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് പോവുകയാണ്. എങ്ങോട്ടാ പോണേ? സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് പോവാണ്. റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മള് ഗൈഡ് റിസ്വാൻ ഇതൊക്കെ ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട് അല്ലേ? ഫുൾ നല്ല വെയിറ്റ് ഉണ്ട്. ഇത് ഇവിടുത്തെ ട്രെയിനാണ്. ഇത് ഇവിടുത്തെ ട്രെയിനിന്റെ എയർ ഹോസ്റ്റസ്. എന്നാ പോവാ പോവാ. ഓക്കെ നമ്മള് പെട്ടിയൊക്കെ എടുത്ത് പോവാണ്. ഹായ് ഗൈസ്. ഇവിടുത്തെ ട്രെയിനിന് അടിയിലും ഉണ്ട് മുകളിലും ഉണ്ട്. ഇതാണ് നമ്മളെ TTR. എന്തേ പാസ്പോർട്ട് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. ഓക്കെ Now we are going St. Petersburg. St. Petersburgിൽ പോവാണ്. ഇതാണ് ട്രെയിൻ. ട്രെയിൻ എടുത്തിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു 6 hours യാത്ര ഉണ്ട് നമുക്ക് ട്രെയിനില്. നല്ല രസമല്ല ട്രെയിന്. ഐ ലൈക്ക്. ഈ നുറുക്കിനൊക്കെ എന്ത് രസമായിരുന്നു. ഹിസാന ഓമശ്ശേരിന്ന് കൊണ്ടുവന്ന ലേസ് നുറുക്ക്. അടി ഇട്ടത് എന്താ വിചാരിക്കും? കല്ലാണെന്ന് വിചാരിക്കും. ഓലൊക്കെ ബ്രെഡ് തിന്നുന്ന ആൾക്കാരല്ലേ. ഹായ് ഗൈസ്, നമ്മളങ്ങനെ സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് പോവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രെയിൻ നമ്മളിങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന ചില കാര്യങ്ങൾ ഭയങ്കര രസമല്ലേ. അതുപോലെ കിട്ടിയതാട്ടോ ഞങ്ങൾക്ക് ഈ ഒരു ട്രെയിൻ യാത്ര. ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മൾ നാട്ടിൽ നിന്ന് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു പ്രത്യേകതരം ഫീലായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഫിലിമിലൊക്കെ കാണുന്ന പോലത്തെ ചെറിയ ചെറിയ കുഞ്ഞു വീടുകളാണ് ഇതൊക്കെ. ഓരോ സിറ്റീസ് കടന്ന് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഏകദേശം 6-7 മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ മോസ്കോന്ന് സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക്. ഭയങ്കര അടിപൊളി ഫീലായിരുന്നു. എന്താ പറയുക, ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. സോ ബാക്കി വിശേഷങ്ങൾ കാണാം. ഓൾമോസ്റ്റ് 6 മണിക്കൂറിന് ശേഷം ഞങ്ങൾക്ക് എന്തോന്ന് തിന്നാൻ കിട്ടി. പ്രശ്നം എന്താന്ന് വെച്ചാല് പൈസ എടുക്കാൻ നമ്മളോട് മറന്നുപോയി. ഇവിടെയാണ് ഗൂഗിൾ പേ അല്ലല്ലോ, Paytm. എന്ത് ചെയ്തത് അനുസരിച്ചത്? ഇത് ആ ചെക്കനോട് പറഞ്ഞു, ആദർശനോട്. സ്റ്റാർവിങ് അങ്ങനെ അറിയില്ല. അപ്പൊ എടുത്തന്നാ ശരിക്കും ഇങ്ങനെ 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 ആക്കി. പക്ഷെ ബർക്കത്ത് കൊടുക്കട്ടെ. എന്താണേലും സാൻഡ്വിച്ച് ഉണ്ടേനാ ഞങ്ങൾ തിന്നു കഴിഞ്ഞു. കഴിച്ചെന്നപ്പോഴാണ് വീഡിയോ എടുക്കാന്ന് ബോധം വെച്ചത്. രസം ഇപ്പൊ എന്തൊക്കെയോ പിന്നെ രസമാണ്. ഇതൊരു കാട്ടിക്കൂടെ പോകുന്നുണ്ട്. ഈ ട്രെയിനാണെങ്കിൽ ഇവിടെ നിർത്തുന്നുമില്ല. കണ്ണൂരും കോഴിക്കോടൊക്കെ ആണെങ്കിൽ. പിന്നെ എനിക്കൊന്ന് ആ താത്തക്ക് വിശക്കുണ്ടെന്ന് അവരിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഒരു നേരത്തെ ചായ കുടിച്ചിരിക്കുന്നോ? എടുക്കുന്നുണ്ട്. എന്നത് കഴിച്ചോ? എന്തിനാ രസമൊക്കെ നോക്കുന്നേ? വിശക്കണം. എന്തിനാ കഴിച്ചോ? ഇല്ല ചോവല്ല, നൂഡിൽസിന്റെ ഭയങ്കര.
നോക്കട്ടെ. ഇനി 1 മണിക്കൂറും 10 ഇനി മിനിറ്റ് 1 മണിക്കൂറുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇവിടെ സൺസെറ്റ് 7:30 ആണെന്ന് തോന്നുന്നു. എനിക്ക് വേണം സാധനം. അത് നീ കഴിച്ചോ? സ്റ്റേയിലാക്കുന്ന വേണ്ട തിന്നോടെ അങ്ങോട്ട് നോക്ക്. അപ്പുറത്തെ താത്ത നോണാക്ടിലേക്കില്ല. ഇതൊക്കെ ബാക്കത്തേക്ക് വരുവോ? നീല്ലേ മതി തേച്ചത് ഇങ്ങോട്ടാ. ഇന്ന് കഴിഞ്ഞ് പള്ളയിലെത്തിക്കില്ല. അപ്പൊ ലിപ്സ്റ്റിക് ഇടുന്നു. എങ്ങോട്ടാ ഈ യുഗം പോകുന്നത്? ഇതൊക്കെ എന്റെ മോനെ ചിലപ്പോ അടി കിട്ടും. മുണ്ടാണ്ടളൊന്നും അവള് ഇടയല്ല. അതെ ഞാൻ കാണിച്ചതാ. അവള് ക്യൂട്ടാ. സൂര്യൻ ഞാൻ പറയുമ്പോളേ അത് ചോക്ലേറ്റ് ഏടാ? എന്റെ ചോക്ലേറ്റിന്റെ അടുത്തുണ്ട്. ആണോ? എന്റെ ഇടന്ന് എനിക്കറിയില്ല. അതെന്റെതാ? അതെന്റെതല്ല, സീവിന്റെ കൈമ തന്നതാ. ഈ വിരൽമൽ നീ ലിപ്സ്റ്റിക്, ഇതാണ് ഈ ലിപ്സ്റ്റിക് ഒക്കെ കാണാണ്ടാവുന്നത്. എന്റെ ബാഗിൽ കൃത്യമായി. ഇനി നീ ചോദിക്കട്ടോ, ബാക്കി അന്നേരം ഞാൻ പറഞ്ഞുതരാം. നല്ല മക്കളെ, തിന്നു കഴിഞ്ഞ പാത്രം വാങ്ങാന് വലുത് ഹോട്ടലല്ല. നീയാ തിന്നത് കൂടുതൽ. ഓളെടുക്കർക്ക് അങ്ങോട്ട് പോകുന്നതിനാ? നമ്മളെന്തിനാ ബാക്കിയുള്ള കാര്യത്തിൽ ഇടപെടുന്നല്ലേ? എല്ലാം ഇടപെട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ പ്രശ്നം. പിന്നെ എങ്ങനെ നാട്ടുകാർ നമ്മളെ ഇടപെടുക്കുക? എല്ലാവർക്കും ഒരേ സ്വഭാവം തന്നെ. ഇനി 1 മണിക്കൂറും കൂടിയാണ് യാത്ര ഉള്ളത്. ഈ യൂട്യൂബിലിട്ടിട്ട് നമ്മ കൊറേ കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണല്ലേ നമ്മള് പോയത്. അപ്പൊ മനസ്സിലാവും കുറച്ചുകൂടി കഴിഞ്ഞ പ്രായമായ നമ്മളെത്ര പ്രായം കുറവേനു. അന്നേരം കാണാൻ. എന്തായാലും ബിഗ് ബോങ്ങിന് താങ്ക്സ്. ബിഗ് ബോൺ ഇവിടെ ഇട്ടിക്കല്ല, അത് വേസ്റ്റ് കൊണ്ട് ചാട്. ഞാൻ ഈ ചോക്ലേറ്റ് തിന്നട്ടാ. എന്നാ ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. ടാറ്റാ, ബൈ. അങ്ങനെ ഫൈനലി നമ്മള് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ എത്തിയിട്ടുണ്ട്. പെട്ടിങ്ങടക്ക് കിട്ടുവാ. എന്തായാലും പ്രത്യേക വെച്ചാല് ഈ നാട് മൊത്തം ഒരേപോലെയാണ്. ഇവിടെ മനുഷ്യന്മാര് മൊത്തം ഒരേപോലെയാണ്. നല്ല രസല്ലേ? ഹായ് ആദർശ്. അതാണ് ആദർശ്. എനിക്കല്ല പരിചയമുള്ള പോലെ. ഒരു ബാഗ് തരുമോ? താങ്ക്സ്. സോ കെയറിങ് ആൻഡ് ലവിങ്. നടക്കി സാറാ. ഫോൺ ആരും തട്ടി പഠിച്ചു കൊണ്ടോലേക്കില്ലേ? നമുക്ക് റൂമിലെത്തിച്ച് ബാക്കി റൂമിലല്ല ഇനിയുള്ള വേ ഞാൻ കാണിച്ചത്. ഗൈസ്, ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റിന്റെ വാക്കുണ്ടെന്നാണ് പറഞ്ഞത് നമ്മള് അപ്പാർട്ട്മെന്റിലേക്ക്. സോ ടാക്സി വിളിക്കണ്ട. ടാക്സി വിളിച്ചാൽ ഭയങ്കര ലേറ്റ് ആവും പറഞ്ഞു, ട്രാഫിക് ആണെന്ന് പറഞ്ഞു. സോ വി തോട്ട് വി വുഡ് വാക്ക് for 10 minutes. അത് പോകുന്നത്. മാവേ സുട്ടടെ മാവേ രണ്ടും പറക്കുന്നതാ. എനിക്ക് തോന്നുന്നത് ഈ സിറ്റി കുറച്ചുകൂടി സ്റ്റൈലിഷ് ആണ് അല്ലേ മോസ്കോനെ കാട്ടിലും. മോസ്കോയിൽ ഭയങ്കര ഒതുക്കുള്ള ആൾക്കാര്. ഇവിടെ ആൾക്കാർക്ക് കുറച്ചുകൂടി ഒരു കണ്ടോ ഒച്ച. ഇതാ കണ്ടോ, റോഡിലൊന്നും ഒച്ചല്ലേ. മോസ്കോ സിറ്റി ഭയങ്കര ഡിസിപ്ലിൻഡാ. ഇത് ഭയങ്കര അൺഡിസിപ്ലിൻഡാ. പക്ഷെ എന്റെ കൈയും കാലം വേദന എനിക്ക്. ഭയങ്കര റഷ് ഉണ്ട് തോന്നുന്നല്ലേ. ഹായ്, ഇന്നെ പോലെ ഇട്ടാത്ത. റൂമിലെത്തിച്ചു ബാക്കി കടം. ഹായ് ഗായ്സ്, നമ്മള് അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടുണ്ട്. ഇതിലാ ഭംഗിയില്ലട്ടോ. അതിവിടെ ലൈറ്റ് ഇട്. ഈ ലൈറ്റ് ഇട്. റൂമ് ലൈറ്റ് ഇട്. നൈസ് റൂം. ക്യൂട്ട് റൂം ആക്ച്വലി. കൊള്ളാല്ലേ. ഓക്കെ, ലിവിംഗ് റൂം കാണിച്ചു കൊടുക്കട്ടെ മാർക്ക് സാന.
എനിക്ക് ഇങ്ങനത്തെ ഒരു വീട് ഉണ്ടാക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങനത്തെ ഒരു വീട് ഉണ്ടാക്കും. ഇതിൽ അടിപൊളി ഉണ്ടാക്കാലോ. ഇതിനെന്താ എനിക്ക് എത്ര മതി. നൈസ്. ഇത് എനിക്കിഷ്ടം. എനിക്ക് ഇങ്ങനത്തെ ചെറിയ പക്ഷെ നല്ല എസ്തറ്റിക്. അതന്നെ ഭയങ്കര എസ്തറ്റിക് ആയിരിക്കും. ഭയങ്കര രസല്ലേ. ഇതൊന്ന് ബെഡാക്കട്ടെ. എനിക്ക് അത് ബെഡാക്കാൻ കഴിയുമല്ലോ. അല്ല എന്നാലും ഇത് എടുക്കാൻ പറ്റും. അതങ്ങനെ അടിയിരുന്ന വലിക്ക്. ഇത് വിട് എൻസിയെ. ആദ്യം കൂടെ വലിക്ക്. ഇതിപ്പോ ബെഡല്ലേ, ഇത് മറിഞ്ഞു കിടന്ന സോഫ എന്ന് പറയൂ. ഇത് ബെഡാക്കാം. അത് അടി ഇസാന ഇതൊന്നും അതങ്ങനെ ഇസാന വിൻഡോ ഒന്ന് ഓപ്പൺ ആക്കി ആണ്. സോഫ പറിച്ചു നോക്ക്. ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ നമുക്ക്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള കാര്യം എന്താ അറിയോ, എവിടെ പോവാണെങ്കിലും റൂം എടുത്തതാ. റൂമിൽ ഫസ്റ്റ് കയറുമ്പോ ഇതില്ലേ, എവിടെ റൂം എടുക്കുകയാണെങ്കിലും കിച്ചൺ ഉണ്ട്. നമുക്ക് നല്ല ഇതെന്താ വായിക്ക, കിച്ചൺ ഉണ്ട്. ബാത്റൂമിൽ വെള്ളമില്ല. അന്ന് ടോയ്ലറ്റിൽ ഒട്ടും വെള്ളമില്ല. പോലുമില്ല. അപ്പൊ എന്താക്കൂ? മറ്റത് ഇതാ എന്താ പറയാ, ഇത് ടോയ്ലറ്റ് ഇല്ലല്ലോ. താഴെ പെട്ടല്ലോ. നമുക്ക് 5 ബക്കറ്റ് വാങ്ങാൻ പറയുമല്ലോടി. അതെന്താ ചെയ്യാ? അല്ല ഒന്നും ചെയ്യാൻ കഴിയും. ബ്ലോഗിൽ അതിനിപ്പോ വേറെ രാജ്യത്ത് വേറെ ഭാഷ ഒന്നും ഇല്ല. അല്ല മോളെ എന്താക്കോ. ഞങ്ങള് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ ബാക്കി വീഡിയോസിൽ കാണാം. അൻടിൽ ദെൻ ബൈ. ബാത്റൂമിൽ വെള്ളമല്ല, അത് ബക്കറ്റിൽ നിറയ്ക്കണം. ബൈ. നമുക്ക് ഈ ചാർജർ ഉണ്ടല്ലോ, ഇതിന്റെ അഡാപ്റ്റർ ഇതെല്ലാം പാടെ എടുക്കണം. അതില്ലാതെ എവിടെയും കുത്താൻ പറ്റില്ല. അതോ അങ്ങനല്ല, മറ്റേ സാധനല്ലേ ഇതിന്റെ ഉള്ളിൽ, ഇന്റർനാഷണൽ സാധനം. ഇന്റർനാഷണൽ പ്ലഗ് എല്ലാം എടുക്കും. 2 ചാർജർ എടുക്കില്ല. എന്റെ ജാക്കറ്റ് മസ്റ്റാണ് ഗൈസ്. ഭയങ്കര തണുപ്പാണ്. നിങ്ങളിന് റഷ്യ അല്ല യൂറോപ്പിൽ എവിടെ വരികയാണെങ്കിലും ഈ ഒരു സാധനം നിങ്ങൾ കൊണ്ടുവരണം. ഇങ്ങനത്തെ ഫ്ലഗ് ആണ്. ഇതല്ലാതെ എവിടെ നടക്കൂല. ഇതെന്താ, ഇത് ഗ്ലൗസാ. ഇപ്പൊ ഗ്ലൗസ് ഒക്കെ ഇടണോ? ഇപ്പൊ അതിനകത്ത് തണുപ്പില്ല. എനിക്ക് കേറിയാ അല്ല ബാക്കി ആ ഓല് കൊറേ നേരം വെയിറ്റ് ചെയ്യുന്ന ആദർശ്. പക്ഷെ കുറച്ചിപ്പോ വേണ്ടി നമ്മളിപ്പോ കേറൂല വീട്ടില്. എന്തായാലും പോവാ. ഓക്കെ ഗായ്സ്, അപ്പോ ഞങ്ങൾ പുറത്തോയിട്ട് വരാം. ബൈ. ചാർജർ എടുത്തില്ലേ അൻസിയ? എങ്ങോട്ടാ? ഇവിടെ പച്ച എത്തിയാലും നടക്കണം. അല്ല അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ കൈ അങ്ങനെ. ഞങ്ങള് ഫുഡ് കഴിക്കാനും ജസ്റ്റ് ഒരു സിറ്റി ടൂറിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സിറ്റിയിലാണ് ഇപ്പൊ ഉള്ളത്. ഇവിടെ കുറച്ചുകൂടിയും മോസ്കോനെക്കാട്ടിലും കുറച്ചുകൂടി വൈബ് ഉണ്ട് അല്ലേ? കുറച്ചുകൂടി ആക്റ്റീവ് ആണ് ആളുകളൊക്കെ, ചിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. കപ്പിൾസ് വരുന്നതാണ്. പോയോ? ഞാനെങ്ങനെയൊക്കെ വരിക അങ്ങനത്തെ ഞാനും അത് ഈ അങ്ങനൊന്നല്ല. ബായ് അല്ല ബായ് അല്ല കേട്ടോ. എന്താ കഴിക്കാനൊന്നും പ്ലാൻ ചെയ്തില്ല. അപ്പൊ നമുക്ക് കഴിക്കുന്നത് കാണാം. ഇവിടെ 24 മണിക്കൂർ ഫോണിലാണ് കണ്ടോ. ഒരു ടൈം എൻജോയ് ചെയ്യില്ല. ഇതുവരെ ഓല ഇങ്ങനെ കളിക്കുന്നു.
തീരെ ഫോൺ കളിക്കാത്ത ഇതായി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതായമോള് മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പൊ നിർത്ത ഫോൺ കളിക്കണേ. ടെലികോളർ ഹയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. വ്ളോഗ് എടുക്കണം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളവര് ഗലി ലൈഫിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇവർക്ക് ഫോട്ടോ എടുത്തു കൊടുക്കണം. ഇതെന്നെ പരിപാടി. ഇവിടെ വന്നന്ന് മുതൽ ഇവക്ക് ഞാൻ ഫോട്ടോ എടുത്ത് ഫോട്ടോ ഒറ്റ നല്ല ഫോട്ടോ എടുത്താൽ സോറി സ്റ്റാൻഡേർഡ്. നമ്മളെ നാടിന്റെ കൾച്ചർ നമ്മളാണ് കീപ്പ് ചെയ്യേണ്ടത്. സോറി കേട്ടോ, പെട്ടെന്ന് ആളൊരു ഫ്രണ്ട്ഷിപ്പ് വൈബിൽ എത്തിപ്പോയി. ഞാൻ ഇങ്ങനെ ഒന്നല്ല, വളരെ സ്മാർട്ടാ. നല്ല മക്കളാണ്. ലോക്കൽ റഷ്യൻ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഇത് നല്ല രസമുണ്ടല്ലോ. ഇതൊക്കെ ലോക്കൽ റഷ്യൻ ഫുഡാണ്. ഇതെന്താണ് പനീറല്ലാണ്ട് ഇവിടെ വേറൊന്നുമില്ല. ഇത് റഷ്യൻ ഇതെന്താ? ഇത് ചീബണ്ണാണ്. കുടിക്ക്. അത് ഫ്രൂട്ടിന്റെ എന്തോ കോൺസെൻട്രേറ്റ് ആണ്. ട്രൈ ദാറ്റ്. രസമുണ്ടോ? എന്റെ എക്സ്പ്രഷൻ അങ്ങനെ രസമല്ല പോലത്തെ പോലെ ഉണ്ടല്ലോ. മീറ്റ് ബോൾ ട്രൈ ചെയ്താനാ. ട്രൈ ദാറ്റ് മീറ്റ് ബോൾ. എന്താ മോക്കൊക്കെ അങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞങ്ങളൊരു മനുഷ്യനെ. പ്രോബ്ലം എന്താന്ന് വെച്ചാല് ആള് കുറച്ച് കുടിച്ചെന്ന് തോന്നുന്നു. ഗ്ലേവ്. ഹായ് ഗ്ലേവ്. ഓ വീട്ടിൽ പോയിക്കോ. എന്നാ ശരി, അസ്സലാമു അലൈക്കും, ബൈ. ഒരു നല്ല വിഷമല്ല കണ്ടിട്ട്. എന്താ കാക്കിയാന്റെ പ്രശ്നം? ആക്ച്വലി നിങ്ങളെ ഹെയറിന്റെ ഒരു ടെക്സ്ചർ നല്ല ഭംഗിയുണ്ട്. Из-за того, что я взрослый, все мои друзья тоже взрослые. И они, короче, там, с друзьями, с женами, с детьми. എന്താ പറയുന്നത്? നിങ്ങളെ ചോദിച്ചു എന്തിനാ കുടിക്കണേ. Он правильно переводит? Я не ഇത്ര ചെറുപ്പത്തിലെ വിഷമോ? അതൊക്കെ അങ്ങ് റെഡിയാവും. What's this? Everything will be okay. Анастасия, стоп, алкоголь. Стоп. И это... Я приеду в Индию, по-любому увижу такой. എന്താ പറയുന്നത്? Ты же им перейдешь? Что? Ты же им перейдешь, что я точно приеду в Индию увидеть. മതിയോ? അങ്ങനെ പറയല്ല. Trying their famous desserts ആണ്. Different kinds of desserts ഉണ്ട്. ആൻഡ് ഹണി കേക്ക് ഉണ്ട്, ചീസ് കേക്ക് ഉണ്ട്. ഇത് അവരുടെ റഷ്യൻ നെപ്പോളിയൻ ഫേമസ് കേക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇത് നമ്മളെ സോസേജ് ബ്രെഡ്. വാ. Yeah. Sorry. We have so many other things. ഇതാണ് ചോറും ചെറുപയറും. ഇത് മുളകും ചോറും. ഇതിപ്പം കഴിക്കുന്നേ. സിൻകാക്ക ഇതിലേതാ വേണ്ടേ? സിൻകാക്ക ഏതാ വേണ്ടേ? വെറും ചോറും വെറും ചോറും മൊളീറ്റി. പയറ് കറിയും. ആ അതോ
ഏറ്റവും വലിയ രസം എന്ന് വെച്ചാല് ഉരുട്ടി ഇങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് ബില്ല് കുറച്ച് ഡ്രിങ്ക്സ് എടുത്തിന് കോഫി മൊച്ചിനോ സം ജ്യൂസസ് ജിഞ്ചർ ടീ ഇന്ന് തിന്ന് ഞാനൊരു പൊളി പൊളിക്കും. നമ്മൾ പൊളിക്കും. പൊളിക്കും. ഇതെന്താ എല്ലാത്തിനും എന്താ ചൂട്? Try this. Wanna try this? കഴിച്ചു വരുന്നു. രസമുണ്ടോ? എപ്പോഴും കൊള്ളാം. അത് നല്ല രസല്ലേ? ഇത് ആപ്പിൾ പൈ ആണ്. യുനാനിയിലെ കഷായം നോക്കട്ടെ. നാരങ്ങ ചോദിക്കുക ഇതാണ് ഒറിജിനൽ ഹണി കേക്ക്. Уже переселились. Он замечательно, это for you. ഒരു മിനിറ്റ്. നമ്മളിപ്പോ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി സെന്റ് പീറ്റേഴ്സ്ബർഗിലെ മെട്രോ കയറാൻ വേണ്ടിട്ട് വന്നതാണ്. എങ്ങോട്ടാ? എങ്ങോട്ടാന്ന് അറിയില്ല. നമുക്ക് ആദർശേട്ടനോട് ചോദിക്കും. ഉറക്കം വരും. ഉറക്കം വരുന്നു. എന്റെ വാവ ഉറങ്ങിക്കോ. ഞാൻ ഈ ടോക്കൺ വാങ്ങാൻ വേണ്ടിട്ട് വന്നതാണ്. മെമ്മറിക്ക് വേണ്ടിട്ട് ടോക്കൺ എടുക്കാൻ. മെമ്മറിക്ക് വേണ്ടി ടോക്കൺ എടുക്കുക. മെമ്മറി തന്നെ ഒരു എങ്ങനെയാണ് പറഞ്ഞത്? അപ്പൊ നോക്കി നോക്കാൻ ടോക്കൺ കിട്ടുന്നത് എന്താണ്? സോ ഇതാണ് ഇവരുടെ ഇതാണ് ഞാൻ പറഞ്ഞ മെമ്മറി. മെമ്മറി ടോക്കൺ. കുടുങ്ങിപ്പോയി. പിന്നെ നമ്മൾ എസ്കലേറ്ററിൽ കയറാൻ പോവാണ്. ഈ സൈഡിലേക്ക് നിക്കണം. Russian Revolution. This is the metro. Wow. Hi girls. വലിയ എസ്കലേറ്റർ. ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കയറിയത് എസ്കലേറ്ററിലായിരിക്കും അല്ലേ? ചെറുതല്ല, ലോങ് എസ്കലേറ്റേഴ്സ്. ഓക്കെ, പോസ് ചെയ്യൂ. ആ, എന്നിട്ട് മറ്റേ പാട്ട് ഏതെങ്കിലും ഏത് പാട്ടപ്പോ അങ്ങനത്തേനെ? ആ തുത്തുരു തുത്തുരു തുത്തുമ്പി തുത്തുരു. സോ ഗൈസ്, ഇതാണ് കസാൻ കത്തീഡ്രൽ. പള്ളിയാണ്. ഇപ്പൊ കയറാൻ പറ്റില്ല, ക്ലോസ്ഡ് ആണ്. എന്താ പറയുമ്പോ ടാക്സി വന്നു. ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. ബിക്കോസ് ഇറ്റ്സ് സോ കോൾഡ് ഹിയർ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് ഒരു ടൂർ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. ഇറ്റ്സ് സോ കോൾഡ് ഔട്ട് ദർ. സോ ഒരുപാട് നേരം നമുക്ക് പുറത്ത് നിൽക്കാൻ പറ്റില്ല. സോ നമ്മൾ ടാക്സി വന്നിട്ടുണ്ട്, നമ്മൾ പോവാണ്. അപ്പോൾ ശരി, അടുത്ത വ്ലോഗിൽ കാണാം. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.